നിങ്ങളുടെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾക്കൊരു 8 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. എന്ത് ചെയ്യും? വാ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ഉപകാരപ്പെടും. ഈ KSFI പ്രവാസി ചിട്ടിയുടെ ആപ്ലിക്കേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചിട്ടി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് ഓപ്പൺ ആക്കി തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചിട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ചിട്ടികൾ സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കിടക്കുന്നത്. അതിൽ 10,000 വെച്ചിട്ട് 100 അടവ് 10 ലക്ഷം, അതുപോലെ 25,000 വെച്ച് 40 അടവ് 10 ലക്ഷം ഉണ്ട്. അതിൽ 25,000 നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ 3 ചിട്ടി അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ 7 അടവ് തീർന്ന ഒരു ചിട്ടി നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയപ്പോൾ 25,000 വെച്ച് 7 അടവ് എന്നത് 1,75,000 വരിക. എങ്കിലും കിഴിവ് കിഴിച്ച് 1,55,639 രൂപ കൊടുത്ത് നമുക്ക് ഈ ചിട്ടി വാങ്ങാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതുപോലെ നോമിനി ആർക്കൊക്കെ എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ പേയ്മെൻറ്റിലേക്കാണ് പോവുക. UPI വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിട്ടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് ചേരുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതേ ചിട്ടി തന്നെ നമ്മൾ പുതിയതായിട്ട് ചേർന്ന് തുടക്കത്തിൽ തന്നെ വിളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 7 ലക്ഷം രൂപ കിട്ടുള്ളൂ. ഇത് 7 അടവ് തീർന്നു. കഴിഞ്ഞ മാസം ഈ ചിട്ടി വിളി പോയിട്ടുള്ളത് 8,40,000 ആണ്. അപ്പോൾ എന്തായാലും അടുത്ത മാസം 8 ലക്ഷത്തിൽ കുറയാതെ എന്തായാലും ഈ ചിട്ടി വിളിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ 1 ലക്ഷം രൂപ ലാഭമാണ്. നിങ്ങളുടെ കയ്യിലുള്ള അമൗണ്ടും ആവശ്യമുള്ള അമൗണ്ടും എത്രയാണെന്ന് ഫോളോ ചെയ്തിട്ട് കമൻറ്റിലിടുക. അതിന് പറ്റിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചിട്ടികളുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം.